പ്രൈസ് ദി ലോർഡ്. ചാക്കോ പാസ്റ്റർ ഇന്ന് എക്കി ബദറും നമ്മുടെ ഒരു മാക്രീൻ നവാസ് ഉണ്ട്. നവാസ് മാക്രീൻ എന്ന് പറഞ്ഞാൽ തെറ്റായിട്ട് വിളിച്ചതല്ല, അതായത് ആരെ കളിയാക്കി വിളിച്ചതല്ല. അതായത് ചതിയൻ എന്ന് പറഞ്ഞ ഒരു പറയല്ലോ, ചതിയന്മാർ ഉത്തമൻ അള്ളാഹു വന്നു. അതുപോലെ നമ്മൾ അജീഷ് ബദറുമായിട്ട് ഒരു ചർച്ചയ്ക്ക് വെച്ചിട്ട് മക്കാർ. അപ്പൊ അങ്ങനെ ഒരാളുണ്ട്. ആളുമായിട്ട് ഇന്ന് രണ്ടുപേര് ചർച്ച നടത്തും. നമ്മള് ചർച്ച നടത്തുമ്പോൾ നമ്മളെല്ലാം 7 മണി വരെ ആരും ഇടയ്ക്ക് കയറാനില്ല. അവർ രണ്ടുപേരും മാത്രം. നമ്മൾ 6 മണിക്ക് പ്രതീക്ഷിച്ചോണ്ടിരിക്കുക. എക്കിബർ ആളിനെ വിളിച്ചോണ്ട് എപ്പോഴാണെന്ന് അറിയത്തില്ല, നോക്കാം നമുക്ക്. 7 മണി വരെ ഉള്ളു. അത് കഴിഞ്ഞാട്ട് പിന്നെ പാസ്റ്ററുടെ ക്ലാസ്സാ. അതിനുശേഷം എടുക്കാമല്ലോ. ഒരു ആള് ഇവിടെ വരുന്നുണ്ട്. നമ്മള് എക്കിബർ ആള് വരുന്നത് വരെയും നമ്മൾ ആ വ്യക്തിയായിട്ടൊന്ന് സംസാരിക്കുന്നു. അല്ല, ചാക്കോ പാസ്റ്റർ ഒന്ന് സംസാരിക്കുമോ? നമ്മുടെ മെഗരീഷ് വരുന്നുണ്ട്, ഒരു പയ്യനുണ്ടല്ലോ പാസ്റ്റർ എന്നും പറഞ്ഞു. ചാക്കോ പാസ്റ്ററുമായിട്ടൊന്ന് സംസാരിക്കുക. അപ്പോഴത്തേക്ക് അവരെ ആള് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒഴിഞ്ഞു കൊടുക്കാം. ശരിയല്ലേ? മെഗരീഷ് ഇച്ചിരി ശാന്തനായിട്ടുണ്ട് ഇപ്പൊ കേട്ടോ. എന്താണോ മെഗരീഷ് കഴിഞ്ഞ ദിവസം മെഗരീഷിനെ വളരെ ശാന്തനായിട്ടാ കണ്ടത്. വളരെ പക്വതയോടെ സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഇച്ചിരി മാറ്റം വന്നെന്ന് തോന്നുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു കാണുമായിരിക്കും. എനിവേ, മെഗരീഷ് എന്തുണ്ട്? നമസ്കാരം കുരി ബ്രദറെ. നമസ്കാരം. നമസ്കാരം. ചാക്കോ പാസ്റ്റർ ഉണ്ടല്ലോ, സംസാരിക്കുന്നുണ്ടോ ചാക്കോ പാസ്റ്ററിനോടൊപ്പം ഈ വിഷയത്തെ ഓർത്ത്? ചുമ്മാ വന്നതാണ്. വെറുതെ വന്ന. അത് ശരി. അപ്പൊ ഇപ്പം എല്ലാ റൂമിലും ചുമ്മാതാണ് പോകുന്നത്. റാണിയുടെ റൂമില്, അങ്ങനെ ഓരോ റൂമിലും വെറുതെ പോകുന്നതാണ്. ചുമ്മാതെ ചില ചോദ്യങ്ങള് മെഗരീഷിന് അറിയാവുന്ന എന്തറിയാവുന്നുള്ളത്. ഈ ബലിപ്പെരുന്നാളിനെ കുറിച്ച് എന്താണ് മെഗരീഷിന് പറയാനുള്ളത് എന്ന് മെഗരീഷിന് അറിയാവുന്ന കാര്യങ്ങള്, ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും പറയണ്ട, മെഗരീഷിന് അറിയാവുന്ന കാര്യങ്ങളൊന്ന് പറ. അബ്രഹാം പ്രവാചകന് സ്വപ്ന ദർശനത്തിലൂടെ ദൈവം തന്റെ മകനായ ഏകജാതനായ ഇസ്മായിൽ എന്ന പ്രവാചകനെ കുഞ്ഞായിരിക്കുമ്പോൾ അദ്ദേഹത്തെ ബലികർമ്മം നിർവഹിക്കാൻ വേണ്ടി സ്വപ്ന ദർശനത്തിലൂടെ ദൈവത്തിന്റെ സന്ദേശം എത്തുകയും അത് അപ്പടി അനുസരിച്ചുകൊണ്ട് അബ്രഹാം എത്ര കഠിനമായ ഒരു മെസ്സേജ് ആണെങ്കിൽ പോലും ദൈവം പറഞ്ഞതാണല്ലോ എന്ന് കരുതി ദൈവത്തിന്റെ വാക്ക് പാലിക്കാൻ വേണ്ടി അദ്ദേഹം തന്റെ കുഞ്ഞു മകനുമായി മലമുകളിൽ കയറുന്ന അവസരത്തിൽ ദൈവം പറയുകയാണ്, പരീക്ഷണത്തിൽ നീ വിജയിച്ചു, ഇനി നീ ബലി അറുക്കേണ്ടത് ഈ ആട്ടിൻകുട്ടിനെയാണ്. അങ്ങനെ ത്യാഗത്തിന്റെയും നിർഭയത്വത്തിന്റെയും വിശ്വാസതയുടെയും ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ബലിപെരുന്നാൾ. ആണ് ചുരുക്കി പറഞ്ഞത്. കുറി ബ്രദർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മെഹറീഷിനോട്. കുറി ബ്രദർ കഴിഞ്ഞോ? അവന് മെഹറീഷിനോട് ഇന്ന് ലാഹുദേവൻ വന്ന് ഇതുപോലെ ചെയ്യാൻ പറഞ്ഞ താങ്കൾ താങ്കളുടെ മകനെയോ മകളെയോ ബലി കൊടുക്കുവോ? ഒന്നാമത്തെ കാര്യം, ഞാനൊരു പ്രവാചകനല്ല, അബ്രഹാം ഒരു പ്രവാചകനാണ്. രണ്ടാമത്തെ കാര്യം, അതല്ല ചോദിച്ചത്, താങ്കൾ ഇത് കൊടുക്കുമോ ഇല്ലയോ, അതാണ് ചോദിച്ചത്. അതാണ് പ്രവാചകനായതുകൊണ്ടാണ് അത് അനുസരിച്ചത്. അല്ലെന്ന് ഡയറക്റ്റ് ചോദ്യമല്ലേ മെഹറീഷെ? മെഹറീഷ് ഇതുപോലെ ബലി കൊടുക്കുമോ തന്റെ ദൈവം വന്ന് താങ്കളോട് അത് ദൈവമാണോ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യുമോ? സാധാരണക്കാരനും പാപിയുമായി എനിക്ക് ഒരിക്കലും അത് ദൈവത്തിൽ നിന്നാണോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ല. ഞാനൊരു സാധാരണക്കാരനാണ്. പക്ഷേ പ്രവാചകനായ അബ്രഹാം അങ്ങനെയല്ല. താങ്കൾ ഈ ബലി കൊടുക്കുമോ ഇല്ലയോ? താങ്കളോട് താങ്കളുടെ ലാഹുദേവൻ വന്ന് പറയുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. ലാഹു എന്ന് പറയുന്ന ഒരാളെ ഞങ്ങൾക്ക് അറിയില്ല. അള്ളാഹു എന്ന് പറയുന്നിട്ടുള്ള ദൈവം. ആ സാധനം എന്തുമാട്ടെ അത് വന്ന് പറഞ്ഞാൽ താങ്കൾ ബലി കൊടുക്കുമോ ഇല്ലയോ? സംസാരിക്കുന്ന ഇടത്തിലേക്ക് അന്ന് ആ സംഗതി അന്ന് അള്ളാഹു എന്താണെന്ന് പറഞ്ഞു തന്നെ. അതെന്താണത്? ഒന്ന് ശാന്തനാകും ആദ്യം, എന്നിട്ട് ചോദ്യം ചോദിക്കൂ. അല്ല, ഞാൻ പറഞ്ഞു ലാഹ് എന്ന് പറഞ്ഞു, അൽ ലാഹാണെന്ന് പറഞ്ഞു പോലെ അതല്ല എന്ന്. പിന്നെ ഞാനത് പറയാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പറയും നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ തെറ്റാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് എന്തുമാകട്ടെ ആ സാധനം. അതാ ഞാൻ പറഞ്ഞത്, കളിയാക്കുന്നതല്ല.
എനിക്ക് സംസാരം അങ്ങനെ വളരെ അറബികൾ ശാന്തമായി പറയുന്നത് പറഞ്ഞോളൂ. മാതിരി പറയാൻ അറിഞ്ഞുകൂടാ. പറഞ്ഞപ്പോൾ എന്നെ കഴിഞ്ഞ ദിവസം നിങ്ങൾ കളിയാക്കി. എനിക്ക് പറയാൻ അൽ ലാഹാണ്. അപ്പൊ എന്റെ ദ എന്നെടുത്ത് കളഞ്ഞ് ലാഹ് എന്ന് പറയുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ എന്തുമാകട്ടെ, പക്ഷെ ഞാൻ- അത് വന്ന് മെഹറീഷിനോട് പറയുന്നു സ്വപ്ന ദർശനം തരുന്നു. അതാണ് ഞാൻ പറഞ്ഞു. ഞാൻ അപ്പൊ എങ്ങനെയാണ് മെഹറീഷ് അത് ചെയ്യുവോ? ഞാൻ എങ്ങനെയാണ് തിരിച്ചറിയുക ദൈവത്തിൽ നിന്നാണെന്നുള്ളത് അല്ല, പറയൂ. അപ്പൊ ഈ അബ്രാഹാം എങ്ങനെ തിരിച്ചറിഞ്ഞത്? പ്രവാചകൻ അറിയും. കാരണം പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായി തിരഞ്ഞെടുക്കുന്ന പ്രധാനപ്പെട്ട ആളുകളാണ് പ്രവാചകന്മാർ. അതും ഓക്കെ ഓക്കെ ഏറ്റവും ഓക്കെ. പ്രധാനപ്പെട്ട അപ്പൊ 5 മെഹറീഷിന് ഇത് അറിയില്ല. പ്രവാചകന്മാരിൽ ഉൾപ്പെട്ടത്. മെഹറീഷിന് ഇങ്ങനെ ദൈവമായിട്ട് യാതൊരു ഞാനൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല ഞാനൊരു അല്ലെ? പാപി ഞാനൊരു പാപി ഏത് പാപമൊക്കെ പാപിയായ ചെയ്യുന്നത് മനുഷ്യൻ. പറഞ്ഞു പൊതുവില് ഞാനൊരു പ്രത്യേകിച്ച് ചെയ്ത് പാപിയായ എന്ത് മനുഷ്യൻ. പാപം ചെയ്യുന്നത്? അല്ല, ഞാനൊരു സാധാരണക്കാരനായ മനുഷ്യനാണ്. അതുകൊണ്ട് എന്ത് തന്നെ എനിക്ക് ഒരു പാപമാണ് ക്വാളിറ്റി ഇല്ല. മെഹറിഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയൂ. എനിക്കറിയത്തില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പാപങ്ങളില്ലാത്ത പാപം എന്താണ് മനുഷ്യരുണ്ടോ? ഇസ്ലാമിൽ? സത്യ ബ്രദർ ഇതുവരെ ഒരു പാപവും ചെയ്തിട്ടില്ലാത്ത അല്ല, മനുഷ്യനാണോ? എന്നോട് തിരിച്ചു ചോദിക്കുക, എന്താണ് ഇസ്ലാമിക നിയമം അനുസരിച്ച് പാപം അതാണ് പറയൂ. പറയുന്നത്. നിങ്ങളോട് ഏതെങ്കിലും ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചാൽ അപ്പൊ നിങ്ങൾ വയലന്റ് ആകും. ഇല്ലെന്ന് ഞങ്ങൾ അത്രേ ഉള്ളൂ. വയലന്റ് അങ്ങോട്ട് ചോദിച്ചതിന് മറുചോദ്യം ഇങ്ങോട്ട് ചോദിക്കല്ലേ സുഹൃത്തെ. അതാ ഞങ്ങൾക്കറിയാം പറയുന്നത്. എന്താണ് പാപം എന്ന്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇസ്ലാമിക ഗ്രന്ഥം അനുസരിച്ച് എന്താണ് പാപം? പാപം എന്ന് വെച്ചാൽ കളവ് പറയൽ പാപമാണ്. അതുപോലെ പക്ഷെ തന്നെ നിങ്ങൾക്ക് തക്കിയ അന്യന്റെ പറയാൻ അനുവാദം തന്നിട്ടുണ്ടല്ലോ നിങ്ങളുടെ ദൈവം. അപ്പൊ തെറ്റിപ്പോയില്ലേ ഇല്ല, അത്? അത് നിങ്ങൾക്ക് അങ്ങനെ വിചാരിച്ചോളൂ. പക്ഷെ ഞങ്ങൾക്ക് കളവ് പറയൽ പാപമാണ്, അന്യന്റെ മുതൽ ആഗ്രഹിക്കൽ പാപമാണ്, വ്യഭിചരിക്കൽ പാപമാണ്, മദ്യപിക്കൽ പാപമാണ്. ഇത് എവിടെ നിന്ന് പറഞ്ഞത്? ഏത് കിതാബിലാണുള്ളത് പറയൂ. മദ്യപിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്. വ്യഭിചാരം ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത് 3 ദിവസത്തേക്കിന് പെണ്ണുങ്ങളെ നിങ്ങൾ വാടകയ്ക്ക് പറഞ്ഞോളൂ. എടുക്കാം. അത് അങ്ങനെ ആവർത്തന പുസ്തകത്തിലുണ്ടല്ലോ, വാടക എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആവർത്തന അതെവിടെ പുസ്തകത്തിൽ ഒന്ന് വായിച്ചേൻ വായിച്ച് ഞാൻ വാടകയ്ക്ക് എടുക്കാം. വാടകയ്ക്ക് എടുക്കാന്ന് വേണം കേട്ടോ മേറിഷെ. വായിച്ചരാ. ആ ഞാൻ എടുക്കട്ടെ. ഞാൻ ഭക്ഷണം കഴിക്കണം. ഞാൻ ഇപ്പടുത്തരാം. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 2 ബൈബിൾ എടുത്തിട്ട് വായിച്ചരാം. ഞാൻ എടുത്തരാട്ടാ. പക്ഷെ പാപം എന്താണെന്നുള്ളത് ഇതുവരെയും ഡിഫൈൻ ചെയ്തില്ല നിങ്ങളുടെ മതവിശ്വാസം അനുസരിച്ച്. ഇന്നത് പാപം എന്ന് ചെയ്യരുതെന്ന് വെച്ചാൽ പറഞ്ഞു, പക്ഷെ നുണ പറയരുതെന്ന് പറഞ്ഞു. പക്ഷെ നുണ പറയാൻ അനുവാദമുള്ള മതമാണ് നിങ്ങൾ, അതറിയാമല്ലോ. അനുവാദം എവിടെ? ഖുർആനിൽ എവിടെ നുണ പറയാൻ 3 അനുവാദം? സാഹചര്യത്തിൽ ഒരിക്കലുമില്ല. നിങ്ങൾക്ക് നുണ പറയാം, അറിയാമല്ലോ. ഭാര്യയെ പ്രീതിപ്പെടുത്താൻ നുണ പറയാം, ഒരു തർക്കം തീർക്കുന്നതിന് നുണ പറയാം, പിന്നെ അള്ളാഹുവിനെയും പ്രവാചകനെയും രക്ഷിക്കാൻ നിങ്ങൾക്ക് നുണ പറയാം, ഇല്ലേ? അതൊക്കെ സതുദ്ദേശമാണ്. ഒരു തർക്കം തീർക്കാൻ, ഒരു അപ്പൊ വിഷയം, ഏത് ഒരു ഉദ്ദേശത്തിലാണ് നുണ പറയാമല്ലോ? പ്രശ്നബാധിതയാണ്. നുണ പറയാതെ ഒരാളെ വഞ്ചിക്കാൻ വേണ്ടി നുണ പറയരുത്. ഒരാളെ ചതിക്കാൻ വേണ്ടി നുണ പറയരുത്. ഒരാളെ അല്ലെന്ന് പറ്റിക്കപ്പെടാൻ വേണ്ടി 3 നുണ പറയരുത്. സാഹചര്യത്തിൽ നുണ പറയാമല്ലോ. ഭാര്യയുടെ അടുത്ത് താങ്കൾ ഇന്ന് വേറൊരു സ്ത്രീയുടെ അടുത്ത് പോയിട്ട് വേറെ ഇടപാടെല്ലാം നടത്തി വന്നിട്ട് ഭാര്യയോട് പറയാണ്, ഞാൻ നിന്നെ മാത്രം സ്നേഹിക്കുന്നു, ഭാര്യയുടെ പ്രീതി അല്ല തേടിക്കൊണ്ട് 66-1 അല്ല, കളവാണ്. പറഞ്ഞതുപോലെ. അപ്പോ ഭാര്യയെ സംതൃപ്തിപ്പെടുത്താൻ താങ്കൾക്ക് നുണ പറയാമല്ലോ. ഇല്ല, അത് പറ്റില്ല. വഞ്ചനയല്ലേ? പിന്നെ ഖുർആനിലെ എങ്ങനെയാണ്? വചനം കൊണ്ടുവരൂ. ഖുർആനിലെ വചനം കൊണ്ടുവരൂ. നിനക്ക് ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നുണ പറയാമെന്നുള്ള ഖുർആനിലെ യഥാർത്ഥ വചനം കൊണ്ടുവരൂ. അല്ലെന്നേ ഞാൻ താങ്കൾ നുണ ക്രൈസ്തവനാകാം. പറയരുതെന്ന് പറഞ്ഞത്. പറയൂ, സത്യബ്രദർ ഹദീസ് ക്രൈസ്തവനാകാം. മോളി പിൻ ചെയ്തിട്ടുണ്ടോ? ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് നുണ പറയാൻ അവകാശമുണ്ടെന്ന് ഖുർആനിൽ നിന്നും വചനം കൊണ്ടുവരൂ. ഞാൻ ക്രൈസ്തവനാകാം. പറയൂ. സത്യബ്രദറെ അത് മോളി പിൻ ചെയ്തിട്ടുണ്ടോ? ഹദീസ് മോളി പിൻ ചെയ്തിട്ടുണ്ടോ? ഹദീസ് അല്ല എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ടത് ഖുർആനിലെ വചനാണ്. ഇപ്പൊ പണ്ഡിതന്മാരെടുക്കില്ലേ? ഖുർആനത്തെ വചനം കൊണ്ടുവരാന്നാ പറഞ്ഞത്. പണ്ഡിതന്മാരെടുക്കുവോ? പണ്ഡിതന്മാര് ഖുർആനെതിരെ പറഞ്ഞാൽ എടുക്കാൻ പറ്റുമോ? കളവ് പറയാമെന്ന് പണ്ഡിതന്മാർ അപ്പൊ പറഞ്ഞാൽ കള്ള പണ്ഡിതന്മാർ നിങ്ങളുടെ ഇടയിലുണ്ട്. ഖുർആൻ പറയുന്നു കളവ് നിങ്ങൾ പറയരുത്, കളവ് പറഞ്ഞ പണ്ഡിതനുണ്ട് മദ്യപിക്കരുത്, അല്ലെ? വ്യഭിചരിക്കരുത്, അനാവശ്യം തിർമിതി പറയരുത്, കള്ളനാണെന്നാണോ അസൂയ പറഞ്ഞു വെക്കരുത്, വരുന്നത് പിശുക്ക്. മെഹറിഷെ? തിർമിതി കള്ളനാണെന്നാണോ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം? ഞാൻ പറയുന്നത് കേൾക്കാമോ ന്യൂക്ലിയർ ബ്രദറെ? കേൾക്കാം. എല്ലാവർക്കും കേൾക്കാം. മെഹറിഷിന് കേൾക്കാൻ മേലെന്ന് തോന്നുന്നു. തിർമിതി കള്ളനാണെന്ന് ഇപ്പോൾ മെഹറിഷി പറയുന്നു. അതാണോ പറയുന്നത് മെഹറിഷെ? ഈ മോളി പിൻ ചെയ്തേക്കണവൻ കള്ളനാണോ ഒന്ന് പറഞ്ഞേ? ഈ മോളി പിൻ ചെയ്തേക്കണവൻ കള്ളനാണോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്തേക്ക് പോകും. കേട്ടില്ല. ഈ മോളി പിൻ ചെയ്തേക്കണ ഹദീസ് ഉണ്ടല്ലോ, തിരുമിതി, ഇവൻ കള്ളനാണോ? ഇത് ഈ ഖുർആൻ വചനത്തിന് അല്ല, ഇവൻ കള്ളനാണോ എന്ന് പറ. കാര്യമുണ്ടോ? സത്യബ്രദറെ ഒന്ന് ചോദിച്ചോ. സത്യബ്രദറെ കറക്റ്റ് ആണ് മെഹറിഷെ. ഈ തിർമിതി കള്ളനാണോ? തിർമിതി കള്ളം പറഞ്ഞുവോ? തിർമിതി കള്ളം പറഞ്ഞുവോ? ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തിർമിതി കള്ളം പറഞ്ഞുവോ മെഹറിഷെ? 3 സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് നുണ പറയാം. ഇത് നിങ്ങളുടെ പണ്ഡിതനാണ് പറഞ്ഞിരിക്കുന്നത്. തിർമിതി നിങ്ങളുടെ പണ്ഡിതനാണോ? ഈ പണ്ഡിതനെ നിങ്ങൾ സ്വീകരിക്കുമോ? എഡിറ്ററാണ് സഹോദര. അത് മുകളിലിട്ട് എഡിറ്ററോ? ഫുൾ എഡിറ്ററാണ്. എഡിറ്ററോ? ബുക്കിൽ റെഫറൻസ് ആയിട്ടുണ്ടല്ലോ, ബുക്കിലുള്ള. അല്ല, എഡിറ്റഡാന്ന്. ആ എഡിറ്റ് ചെയ്ത് ആരോട് തള്ളിക്കയറ്റിന്ന് പോലും. ഇത് ആരാ തള്ളിക്കയറ്റിയത്? ആരാണിത്? മുസ്ലിങ്ങളുടെ അല്ലേ? നിങ്ങളുടെ അല്ലേ വെബ്സൈറ്റ്? സുന്ന.com ക്രിസ്ത്യാനികളുടെ ആണോ?
അല്ലല്ല, സുന്ന ഡോക്യുമെന്റ് സുന്ന ആരാണ് ഡോട്ട് കോം നിർമ്മിച്ചത്? ക്രിസ്ത്യാനികളുടെ ആണോ? അല്ല, ക്രിസ്ത്യൻ പ്രിൻസിന്റെ പുസ്തകം തോന്നുന്നു അല്ലേ? രൂപത്തിലുള്ള റെഫറൻസ് ആയിട്ട് മുസ്ലിംസിന്റെ അല്ല, കൊണ്ടുവന്നതേ. മുസ്ലിംസിന്റെ അല്ല, തീർച്ചയായും മുസ്ലിംസ് അല്ല അത് കൊണ്ടുവന്നിട്ടുള്ളത്. തീർച്ചയായും 100% ഉറപ്പാണ്. മുസ്ലിംസ് അല്ല അത് കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലെന്നേ, ഇതൊന്നും നുണയല്ലെന്ന് ഞങ്ങൾ എങ്ങനെ ഗ്രന്ഥരൂപത്തിൽ വിശ്വസിക്കും? കാരണം വരുന്നത്. നിങ്ങൾക്ക് നുണ പറയാൻ അനുവാദമുണ്ടല്ലോ. അല്ല, നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിച്ചാൽ കുഴപ്പമില്ലല്ലോ. അല്ലെന്നേ, അതാ പറയുന്നത്. അപ്പൊ നിങ്ങള് ഈ നുണയനും വഞ്ചന ചെയ്യുന്നവരിൽ ഉത്തമനുമായ ഖൈറുൽ മാക്രിയെ ആരാധിക്കും. ചിരിച്ചോളൂ. ഇത് അല്ല, ആത്മനാശത്തിലേക്കാണ് നിന്റെ ചിരി നിന്നെ നിങ്ങളുടെ ആ കൊണ്ടെത്തിക്കുന്നത്. ഒരു അതുകൊണ്ടാണ് പറയുന്നത്, പ്രശ്നം ഞാൻ നീ ഞാൻ ചിരിച്ചോളൂ. ആലോചിക്കുന്നത് അതല്ല. നീ നല്ല പ്രസംഗം നല്ല പറഞ്ഞല്ലോ, രീതിയിൽ മെഹറീഷ് വന്ന് പ്രസംഗം പറഞ്ഞില്ലേ ഇവിടെ? നല്ല രീതിയിൽ മെഹറീഷെ വന്ന പ്രസംഗത്തിന്റെ നിങ്ങൾ ആ ഒരു ഒരു ഇതുണ്ടല്ലോ. ആധികാരിക രേഖ കാണിക്കാൻ പറ്റുമോ? എന്താണ്? അബ്രാഹം പ്രവാചകന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായെന്നൊക്കെ പറഞ്ഞല്ലോ. അത് ഏത് കിതാബിൽ നിന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞ്. ഇനി ലെറ്റ്സ് ഒക്കെ ഗോ ബാക്ക് ടു വായിച്ചുതരാം. സീറോ. അപ്പൊ നുണ പറയാൻ അല്ല, അല്ല, അനുവാദമുണ്ടെന്നും ഞാൻ വ്യഭിചാരം ചെയ്യാൻ ഖുർആനാ പറയുന്നത്. അനുവാദമുണ്ടെന്നും ഞങ്ങൾ മനസ്സിലാക്കി. ലെറ്റ്സ് ഗോ ബാക്ക് ടു അല്ല, സീറോ. നിങ്ങൾ താങ്കൾ പറഞ്ഞോളൂ. പറഞ്ഞ പ്രസംഗത്തിന്റെ അതുകൊണ്ടാണല്ലോ നിങ്ങളിപ്പോ ഒരു തെളിവ് ചോദിക്കുന്നത്. ഖുറാനിൽ നിന്ന് കാണിച്ച്. അത് പറയരുതെന്നാ. താങ്കൾ പറഞ്ഞല്ലോ, കുറി ബ്രദർ ചോദിച്ച ഇസ്മായിലിനെ ചോദ്യത്തിന് ആണെന്ന് ഒരു അതിന്റെ പ്രസംഗം തെളിവ് പറഞ്ഞു. അതിന്റെ തെളിവ് ഖുറാനിൽ നിന്ന് കാണിച്ച്. താങ്കൾ ഖുറാനിൽ നിന്ന് ഖുറാനില്ലേ കാണിക്കുന്നത് ആധികാരികമായിട്ട് എടുക്കുന്നത്? ഇസ്മായിലിനെ ആണെന്നുള്ളത്. കുറി ബ്രദർ വളരെ മാന്യനായി സംസാരിക്കുന്നതാണ്. ഞാൻ അദ്ദേഹത്തിന് തെളിവ് കൊടുക്കട്ടെ. അബ്രഹാമിന് ഞാൻ വായിച്ച കാര്യങ്ങളും തെളിവ് കൊടുക്കട്ടെ. ഇസ്മായിലിനെയാണ് യാഗമർപ്പിച്ചതെന്നുള്ളതിന് തെളിവ് തരണം ഖുറാനിൽ നിന്ന്. ഓക്കെ നടക്കട്ടെ. ചോദിച്ചോളൂ. ഞാൻ ചോദിച്ചോ. ഇല്ല, ഇല്ല ഞങ്ങൾ തെളിവ് പ്രതീക്ഷിച്ചിരിക്കുവല്ലേ നിങ്ങളൊരു ഇതൊന്ന് പ്രസംഗം കഴിയട്ടെ, നടത്തിയതിന്. ഇതൊന്ന് കഴിയട്ടെ. ഇനി ഇസ്മായില് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മെഹറിഷ് അതിനെന്ത് ഒരു പോംവഴി കണ്ടെത്തുന്നേ? അല്ലെങ്കിൽ മെഹറിഷ് മതം വിടും. ഇപ്പോഴേ വിട്ടിരിക്കുന്നു. മുനാഫിക്കാണ്. അത് അല്ല, ഫുള്ളി ഡിക്ലെയർ ചെയ്യും. ഇസ്മായിലെന്ന് കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ താങ്കൾ അതിനെന്താ ഒരു പ്രതിനിധി ചെയ്യുന്നതെന്ന് ചോദിച്ചത്. അല്ല, അത് ഞാനൊന്ന് ആ വചനം എടുക്കട്ടെ. എടുക്കുമ്പോ നോക്കട്ടെ. സൂക്ഷിച്ചെടുക്കണം കേട്ടോ, താഴെ വീണ് പൊട്ടിപ്പോരുത്. ഓക്കെ സാർ. ഞാൻ വളരെ മാന്യമായി സംസാരിക്കാൻ വന്നാൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. അത് കേട്ടു. താങ്കൾ തന്തയ്ക്കും തള്ളയ്ക്കും ആൾക്കാരെ വിളിക്കുന്നത് ഞങ്ങൾ ഇവിടെ അല്ല, റെക്കോർഡ് ചെയ്ത് അതെല്ലാം വെച്ചിട്ടുണ്ട്. ഓക്കെ, നിർത്തി. നല്ല മാന്യതയാണ്. അതെല്ലാം നിർത്തി സത്യാബ്രദറെ. നിങ്ങൾ ഒരു അതെല്ലാം നിർത്തി. പുള്ളിക്ക് നിങ്ങൾ ഒരു മനുഷ്യനെ എപ്പോഴും മൃഗമാക്കാനുള്ള ഒരുപോലെ നിങ്ങൾക്കുണ്ട്. പ്രതീക്ഷിക്കല്ലേ. മാനസാന്തരം ഏത് നിമിഷവും സംഭവിക്കാം. 37 ഓക്കെ, ഒന്ന് കാണിക്കുക. നടക്കട്ടെ. ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം. അതിന്റെ ഇടയിലാണ് പോയി തപ്പണം. വുദു ചെയ്തോ? ഖുറാൻ എടുക്കുന്നതിന് മുമ്പ് വുദു ചെയ്തോ? അത് മൊബൈൽ എടുക്കാൻ ഒന്നും ചെയ്യണ്ട. മൊബൈലിൽ ആ, കുഴപ്പമില്ല. മൊബൈൽ ഖുറാൻ വായിക്കാൻ മൊബൈലിൽ വുദു വേണ്ട. കുഴപ്പമില്ല. അതൊക്കെ ഓക്കെ. മൊബൈൽ കുഴപ്പമില്ല. മറ്റേന്ന് അതായത് ഡിജിറ്റൽ ഖുറാന് ഇത് ആ, വേണ്ടെന്നർത്ഥം. ഡിജിറ്റലി വുദു ഡിജിറ്റൽ ചെയ്തോ? ഖുറാൻ ഡിജിറ്റലി വുദു ചെയ്താലും മതി. ഇപ്പൊ അങ്ങനെ പുതിയ ശരിക്കും ഇതൊക്കെ ഖുറാൻ നിന്നയാണ് കേട്ടോ. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഖുറാൻ എടുക്കുക, വുദു ചെയ്യാതെ ഖുറാൻ അതല്ലേ വായിക്കുക. അള്ളാഹുവിനെ ആസാക്കുന്ന പരിപാടിയല്ലേ ഇത്? അള്ളാഹുവിനെ അറിയാമെന്നോ മൊബൈൽ വരുമെന്നോ? അയ്യോ, എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? ഞാൻ പറഞ്ഞുതരാം, വായിച്ചുതരാം. ഇത് തിരികെ കയറ്റാനും ബ്രാക്കറ്റിന്റെ വെച്ച് നടക്കാണ്. ഞാൻ ഇസ്മായിലിൽ നിന്ന് വായിക്കാൻ തിരികെ പോകുന്ന കയറ്റണം. 37 അധ്യായം. അല്ല, ഞാൻ ആ സന്ദർഭം ഒന്ന് വായിക്കട്ടെ. ഇസ്മായിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു വിഷയം. സന്ദർഭം വായിക്കട്ടെ. 37 അധ്യായം. മറ്റൊരു വിഷയമല്ല, നിങ്ങൾ ഇസ്മായിലിനെ ഓർത്തിട്ടാണല്ലോ ഈ ബലിപെരുന്നാൾ അതാണല്ലോ വിഷയം. ആഘോഷിക്കുന്നത്. അല്ലല്ല, ഞാൻ പറയട്ടെ. ഇസ്മായിൽ ഉണ്ടോ ഇല്ലയോ അല്ല, എന്നുള്ള മറ്റൊരു വിഷയം. അതാണ് വിഷയം. സന്ദർഭം നോക്കാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ, ഖുറാനിൽ നിന്ന് എടുക്കാൻ പോയതല്ലേ. സഹോദരൻ, ഞാൻ വായിക്കട്ടെ. ഖുർആൻ അധ്യായം 37 വചനം 100. എന്റെ രക്ഷിതാവേ, സദ്വൃത്തരിൽ ഒരാളെ നീ എനിക്ക് പുത്രനായി പ്രദാനം ചെയ്യണമേ എന്ന അബ്രഹാമിന്റെ പ്രാർത്ഥനയാണ് ദൈവത്തോട്. എന്റെ രക്ഷിതാവേ, സദ്വൃത്തരിൽ ഒരാളെ നീ എനിക്ക് പുത്രനായി പ്രദാനം ചെയ്യണമേ. അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ 101. അപ്പോൾ സഹനശീലനായ ഒരു ബാലനെ പറ്റി നാം അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചു. സഹനശീലനായ ഒരു ബാലനെ പറ്റി നാം അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചു. എന്നിട്ട് ആ ബാലൻ അദ്ദേഹത്തോടൊപ്പം പ്രയത്നിക്കാനുള്ള പ്രായമെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ കുഞ്ഞുമകനെ, ഞാൻ നിന്നെ അറുക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ കാണുന്നു. അതുകൊണ്ട് നോക്കൂ, നീ എന്താണ് അഭിപ്രായപ്പെടുന്നത്? അവൻ പറഞ്ഞു, എന്റെ പിതാവേ, കൽപ്പിക്കപ്പെടുന്നതെന്തോ അത് താങ്കൾ ചെയ്തു കൊള്ളുക. അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ക്ഷമാശീലരുടെ കൂട്ടത്തിൽ താങ്കൾ എന്നെ കണ്ടെത്തുന്നതാണ്. അങ്ങനെ അവർ ഇരുവരും കൽപ്പനക്ക് കീഴ്പ്പെടുകയും അവനെ
നെറ്റിമേൽ ചിരിച്ചു കിടത്തുകയും ചെയ്ത സന്ദർഭം നാം അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ഹേ ഇബ്രാഹിം, തീർച്ചയായും നീ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. തീർച്ചയായും അപ്രകാരമാണ് നാം സദ്വൃത്തർക്ക് പ്രതിഫലം നൽകുന്നത്. തീർച്ചയായും ഇത് സ്പഷ്ടമായ പരീക്ഷണം തന്നെയാണ്. അവന് പകരം ബലിക്കാനായി മഹത്തായ ഒരു ബലിമൃഗത്തെ നാം നൽകുകയും ചെയ്തു. പിൽക്കാലക്കാരിൽ അദ്ദേഹത്തിന്റെ ഇബ്രാഹിമിന്റെ സൽകീർത്തി നാം അവശേഷിപ്പിക്കുകയും ചെയ്തു. ഇബ്രാഹിം അപ്രകാരമാണ് നാം സദ്വൃത്തർക്ക് പ്രതിഫലം നൽകുന്നത്. തീർച്ചയായും അദ്ദേഹം നമ്മുടെ സത്യവിശ്വാസികളായ ദാസന്മാരിൽ പെട്ടവനാകുന്നു. പിന്നീടുള്ള ഇതാണ്, ഇഷാഖ് എന്ന മകന്റെ ജനനത്തെ പറ്റിയും അദ്ദേഹത്തിന് ഞാൻ സന്തോഷ വാർത്ത അറിയിച്ചു. അപ്പൊ ഇവിടെ വ്യക്തമാണ്, സഹനശീലനായ ബാലൻ, ആദ്യത്തെ പുത്രൻ ഇസ്മായിലാണ്. പിന്നെ ആ സംഭവം കഴിഞ്ഞ ശേഷം അടുത്ത വചനം തുടങ്ങുന്നത് പിന്നീട് ഇഷാഖ് എന്ന പുത്രനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചു. പിന്നീട് അവിടെ ഇല്ല. തുമ്മ എന്ന് വാക്കുണ്ടോ? തുമ്മ എന്ന വാക്ക് അവിടെ ഉണ്ടോ എന്ന് എഴുതിയേ? തുമ്മ പിന്നീട് ഈ സംഭവം ഇല്ല. ഉണ്ടെങ്കിൽ ഇല്ലാത്തത് പറ. ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ്. തുമ്മ അതിനുശേഷം എന്നുള്ള വാക്ക് അവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്ന മകന്റെ ജനനത്തെ ഇല്ല 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 ഇല്ല. ഇതാണ് ഞങ്ങൾ കുറേശ്ശെ അറബിയൊക്കെ പഠിച്ചു. എവിടെയാണ് ഇല്ലെന്ന്? എവിടെയാണ് പിന്നീട് എന്നുള്ള വാക്ക്? എവിടെയാണ്? എന്റെ മെഹറീഷെ കിടന്ന് മെഴുകാതെ എവിടെയാണ് പിന്നീട് എന്ന വാക്ക്? എവിടെയാ? കഴിഞ്ഞ ശേഷം ഉടനെയാണ്. അതെവിടെയാണ് കഴിഞ്ഞ ശേഷം? എവിടെയാണ് അവിടെ? അതെ, 111 വരെ സംഭവം പൂർത്തീകരിച്ചു. 112ാമത്തെ വചനമാണ് ഞാൻ വീണ്ടും വായിക്കുന്നത്. പൂർത്തീകരിച്ചത് എങ്ങനെ മനസ്സിലാക്കാം? അവിടെ ഒന്നും അതങ്ങനെ എഴുതിയിട്ടില്ല. ഞാനൊന്ന് പറയട്ടെ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വിരളി പിടിക്കുന്നത്? സത്യബ്രദറെ, വിരളിയല്ലെന്നേ. കാരണം ഇസ്മായിലിനെ പറ്റി അവിടെ ഒരു വാക്കും എഴുതിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഈ വിഷയം ഫുള്ള് അറക്കൽ കഴിഞ്ഞു, ബലികർമ്മം കഴിഞ്ഞ ശേഷമുള്ള കഴിഞ്ഞിട്ടില്ല. തുടർമാനം വായിക്കും. നാം അവനും ഇസഹാക്കിനും അനുഗ്രഹം നൽകുകയും ചെയ്തു. അങ്ങനെയാണ് അത് തീരുന്നത്. അല്ലല്ല, ഇവിടെ ഫുള്ള് ഇവിടെ കഴിഞ്ഞു. ഇബ്രാഹിമിന് സമാധാനം, അപ്രകാരമാണ് സദ്വൃത്തർക്ക് പ്രതിഫലം നൽകുന്നത്. എവിടെ കഴിഞ്ഞു? ഞാൻ വായിക്കുന്നു 111. നിശ്ചയമായും അവൻ നമ്മുടെ സത്യവിശ്വാസികളായ അടിമകളിൽപ്പെട്ടവനാണ്. സജ്ജനങ്ങളിൽപ്പെട്ട ഒരു നബി എന്ന നിലയിൽ ഇസഹാക്കിനെ കുറിച്ച് നാം അവന് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു. നാം അവനും ഇസഹാക്കിനും അനുഗ്രഹം നൽകുകയും ചെയ്തു. ഇവിടെ ഈ ബലികർമ്മം നിർവഹിച്ച ശേഷം, ഈ ശേഷം എന്നുള്ള അറബി വാക്ക് പറഞ്ഞ എവിടെയാണ്? ഈ ശേഷം എന്നുള്ളതിന്റെ അറബി വാക്കുണ്ടോ അവിടെ? ഞാനൊന്ന് വായിക്കട്ടെ. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? എനിക്ക് ടെൻഷൻ അല്ലെന്ന്. നിങ്ങൾ നുണ പറയുമ്പോഴുള്ള ദേഷ്യമാണ് എനിക്ക്. വളരെ വലിയ രോഗത്തിലേക്ക് പോകും. നിങ്ങൾ സമാധാനപ്രിയനാകും. സിഹർ ബാധിച്ച നിന്റെ പ്രവാചകനാണ്. എനിക്കിപ്പോ തൽക്കാലം അതില്ല മോനെ. അതങ്ങ് കൈവച്ചാ മതി. ശാപപ്രാർത്ഥന കൈവയ്ക്കുക. അതുകൊണ്ട് വായിക്കും. തുമ്മ എന്ന വാക്ക് അവിടെ ഉണ്ടോ? ഞാനൊന്ന് പറയട്ടെ. ഒരു സത്യപരത, തുമ്മ എന്ന വാക്ക് അവിടെ ഉണ്ടോ? അല്ലെങ്കിൽ അതിന് ശേഷം എന്നുള്ള വാക്ക് അവിടെ ഉണ്ടോ? പറയും. ഇവിടെ വചനത്തിൽ എന്താണ്? ആ പരിപാടി ഫുൾ കഴിഞ്ഞു. ഏത് പരിപാടി കഴിഞ്ഞു? ആടിനെ അറുത്തു. ഇസ്മായിലിന് പകരം ആടിനെ അറുത്ത കർമ്മം അവിടെ നിർവഹിച്ച ശേഷമാണ് പറയുന്നത്. അതിന് ശേഷമാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ടോ? പറഞ്ഞേ. ആ സംഭവം കഴിഞ്ഞ ഉടനുള്ള വചനാണിത്. ഇഷാഖ് എന്ന മകനെ പറ്റിയും സന്തോഷ വാർത്ത അറിയിക്കുന്നു. അപ്പൊ ഇനി വന്നിട്ടില്ല അതുവരെ. ആ സംഭവം നടക്കുന്ന സമയത്ത് ഇഷാഖ് ജനിച്ചിട്ടില്ല. ഇല്ല, അത് തെറ്റിദ്ധരിപ്പിക്കലാണ്. ഇല്ല, ഞാൻ കേൾപ്പിക്കാതെ ഞാൻ വായിക്കാം. മനസ്സിലാക്കിക്കോളൂ. അത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നു. കാരണം ഇസ്മായിൽ എന്നൊരു വാക്ക് ഖുറാനിൽ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നു. മുൻപ് പറഞ്ഞിടത്ത് ഇസ്മായിൽ എന്നുള്ള വാക്കുണ്ടോ? സഹോദര, എന്തൊരു കഷ്ടാണ്. ഇസ്മായിൽ ഞാൻ ഇത്ര നേരം കേട്ടല്ലോ. ഇസ്മായിൽ എന്നൊരു വാക്ക് അതിനകത്തില്ല. മെഹറിഷെ, ഇസ്മായിൽ എന്നൊരു വാക്ക് അതിനകത്തുണ്ടോ? 100 മുതൽ 111 വരെ ആ ബലികർമ്മത്തെ കുറിച്ച് പറഞ്ഞു. ആ വായിച്ചതിൽ ഇസ്മായിൽ എന്നൊരു വാക്ക് അവിടെ ഉണ്ടോ? പറഞ്ഞു. അല്ല, ഞാൻ പറയുന്നതല്ല, ഇഷാഖ് അല്ല എന്നുള്ള കാര്യത്തിലാണ് ഇവിടെ തീർച്ച കൽപ്പിച്ചിരിക്കുന്നത്. 100 മുതൽ 111 വരെയുള്ള അവിടെ ഇസ്മായിലിനെയാണ് ബലി അർപ്പിക്കാൻ കൊണ്ടുപോയതെന്ന് ഞാൻ പറയട്ടെ. അബ്രഹാമിന്റെ സന്തതിയാണ് ഇസ്മായിൽ എന്ന് ഖുറാനുണ്ടോ? ഉണ്ടോ? ഇല്ലെന്ന് നീ വായിച്ചെടുത്തില്ല. മെഹറിഷ്, നീ വായിച്ചെടുത്തില്ല. വായിച്ചെടുത്ത് വേണ്ട. ഇഷാഖ് അല്ല എന്നുള്ളതും ഈ വചനത്തിലുണ്ട്. ഇഷാഖ് ആണ് വചനത്തിലുണ്ടോ? അല്ലെന്ന് ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ കൃത്യമാണ്. അബ്രഹാമിന്റെ പ്രവാചകന്റെ 2 മക്കൾ. അല്ലെന്ന് ഇസ്മായിലിനെ ബലി കഴിച്ചു എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു വാക്യവും ഖുറാനിലില്ല. അപ്പോ ഊഹാപോഹങ്ങളിൽപ്പെട്ട് മുഹമ്മദീർ ഉഴലുന്നു. കൺജക്ചറിൽപ്പെട്ട് നിങ്ങൾ ഉഴലുന്നു. ഊഹാപോഹങ്ങളിൽപ്പെട്ട്. ഇത് ഖുറാൻ വചനമാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾ ഊഹാപോഹങ്ങളിൽപ്പെട്ട് ഉഴലുന്നു. നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? ഞങ്ങൾക്ക് വിഷമമില്ലെന്നേ. ഞങ്ങൾക്ക് വിഷമമില്ല. ഞാനല്ല പറയേണ്ടത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. മേറിഷ് മ്യൂട്ട് ചെയ്ത്. മേറിഷെ, ഖുറാൻ നമുക്കെല്ലാം മനസ്സിലാകാൻ വേണ്ടി വളരെ സിമ്പിളായിട്ട് എഴുതിയ ഒരു പുസ്തകമാണ്. ഈ ഇസ്മായിലിനെയാണ് യാഗം കഴിച്ചതെങ്കിൽ അതങ്ങ് എഴുതിയാൽ പോരെ?
ഇസ്ഹാക്കിനെ അല്ല എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇസ്ഹാക്കിനെ അല്ല എന്ന് അതാണ് പറയാമെങ്കിൽ ഞാൻ പറയുന്നത്. ഇവിടെ ഇസ്മായിലിനെ ഖുർആനില് ആണെന്ന് പറയുന്നതിന് ഇസഹാക്കിനെ ബുദ്ധിമുട്ടുണ്ടോ? അല്ലെന്ന് ഖുർആനില് പറയുന്നുമില്ല. ഇസഹാക്കിനെ പറയുന്നില്ല. അല്ലെന്ന് പറയുന്നില്ല കുറി ബ്രദറെ. നോ, അതവിടെ ഇല്ല. ഇവിടെ അങ്ങനെ ഖുർആൻ അല്ല, പറയുന്നുമില്ല. ഞാനൊന്ന് പറയട്ടെ സഹോദരന്മാരെ. ഇവിടെ ഞാനൊന്ന് എന്തുകൊണ്ടാണ് ഇത് സിമ്പിൾ ആയിട്ട് എഴുതിയിട്ട് സാധാരണ മനുഷ്യന് മെഹറിഷിന് പോലും മനസ്സിലാകാവുന്ന എനിക്ക് രീതിയിൽ വേണ്ട മനസ്സിലായി. എഴുതി വെക്കാൻ? അതുകൊണ്ടാണല്ലോ ഈ കർമ്മം മുഴുവൻ കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു മകനെ നിങ്ങൾക്ക് നൽകാൻ ഇതിന് സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്ന് പറഞ്ഞ ആ സംഭവം നടക്കുന്ന വീണ്ടും സമയത്ത് ഇസാക്കില്ല. അതിനുശേഷം എന്ന വാക്ക് ഖുറാനിൽ ഇല്ല. അതെ, നുണ 100 പറയില്ല. മുതൽ തുമ്മ എന്ന വാക്ക് 100 അവിടെ മുതൽ ഉണ്ടോ? ഞാനൊന്ന് പറയട്ടെ. എന്തിനാ നിങ്ങൾ ഇങ്ങനെ വിരളി പിടിക്കുന്നത്? വിരളി ഒന്ന് നിങ്ങൾക്കാണ്, സമാധാനത്തോടെ നുണയാണ് നിങ്ങൾ സംസാരിച്ചാൽ പറയുന്നത്. ഞാൻ എന്റെ സംസാരത്തിൽ വിരളി ഉണ്ടോ? ഞാൻ ഉണ്ട് വളരെ ഉണ്ട് ശാന്തനായിട്ട് ഉണ്ട്. സംസാരിക്കുന്നത്. കാരണം നിങ്ങൾ ആ, കയറി കയറി അത് നിങ്ങൾക്ക് പറയുന്നു. തോന്നണത്. നിങ്ങൾ ഖുറാൻ ആയത്ത് വായിച്ചതിൽ ഒരിടത്തും ഇസ്മായേൽ എന്നുള്ള വാക്കില്ല. ചിരി വരുന്നതും ഈ ഇഷാക്ക് പറഞ്ഞ വരുന്നുണ്ടോ? സിഹറിന്റെ ലക്ഷണമാണ്. അനാവശ്യമായി അല്ല, നിങ്ങൾക്ക് ചിരിക്കുന്നതും എന്തും സിഹറിന്റെ പറഞ്ഞോളൂ. പക്ഷെ ലക്ഷണമാണ്. നിങ്ങളെ സംസ്കാരം നിങ്ങൾ കാണിക്കുന്നു, അത്രേ ഉള്ളൂ. ഞാൻ എന്റെ സംസ്കാരം ആ, കാണിക്കുന്നു, നിന്റെ എന്റെ മതത്തിന്റെ സംസ്കാരം സംസ്കാരം നുണയാണെന്ന് ഞാൻ ഞങ്ങൾക്ക് കാണിക്കുന്നു. മനസ്സിലായതുകൊണ്ട് ഇസ്മായിലിന്റെ എന്നുള്ള വാക്ക് എടുത്തോളൂ. അല്ല, ഇസ്മായിലിനെയാണ് ബലി ഇഷാക്ക് എന്നുള്ള കഴിച്ചെന്ന് വാക്കാണല്ലോ. കാണിക്കൂ. അപ്പൊ പ്രശ്നം ഇഷാക്കിനെയാണ് ബലി തീർന്നല്ലോ. കഴിപ്പിച്ചതെന്ന് കാണിച്ചു. അല്ലെന്ന് ഇപ്പൊ ഇഷാക്കിനെയാണ് നമ്മളെ ബലി കഴിപ്പിച്ചെന്ന്. നിങ്ങളുടെ കിതാബിൽ ഒന്നും ഇഷാക്കിനെയാണ് ബലി. വ്യക്തമല്ലെന്നാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങളുടെ ഞങ്ങൾക്ക് കിതാബിൽ വ്യക്തമാണല്ലോ. ഒന്നും അത് വ്യക്തമല്ല. അത് നിങ്ങൾക്ക് അതിനൊന്നും വ്യക്തമല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഈ മതം നിങ്ങളുടെ കിതാബ് സ്വീകരിക്കാത്തത്. അവ്യക്തവും നിങ്ങളെ കഞ്ചക്ചർ ഊഹാപോഹങ്ങളിലേക്ക് തള്ളിവിടുന്ന ഗ്രന്ഥമാണെന്ന് ഞങ്ങൾ വെളിവാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അതെ, ഇവിടെ. അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിക്കോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങളെ കാര്യം ഒന്ന് പറയട്ടെ. പ്രശ്നമുണ്ടോ ഇല്ലയോ ഇവിടെ എന്നുള്ളത് നിനക്ക് പ്രശ്നമില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അപ്പൊ ഞങ്ങൾക്ക് വള്ളിക്കും പുള്ളിക്കും കുത്തിനും കോമയ്ക്കും വ്യത്യാസമില്ലാതെ കിതാബ് ഇറക്കിയെന്ന് ക്ലെയിം പറയട്ടെ. ചെയ്യുന്നു. എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഇതുപോലൊരു കിതാബ് വിഷമിക്കുന്നത്? കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ഏതായാലും ചോദിക്കുന്നു. പിന്നെ ബൈബിളിന്റെ പറയുന്നു, റൂട്ട് ഇത് അവിടെ കേൾക്ക്, വരത്തില്ല. ഇത് ഇവിടെ ഇത് ഞങ്ങളെ വളരെ കാര്യം ലളിതമായ പറയാൻ അറബി വന്നാൽ ഭാഷയിൽ ഇവിടെ നാം ഇറക്കി ഒക്കത്തില്ല. കൊടുത്തു. ഇതിൽ സംഗതികൾ സുവ്യക്തമാണെന്ന് പറയുന്നു, അതിന് ഖണ്ഡിതമായിട്ട് സുഖത്താക്ക അവതരിപ്പിച്ചെന്ന് നിങ്ങൾ പറയുന്നു. അതിന് പക്ഷെ സംസാരിക്കാൻ വാ ഒന്നും തുറക്കാൻ വ്യക്തവുമല്ല, അനുവദിക്കാറില്ലേ? ഖണ്ഡിതവുമല്ല. അതിന് ഒന്നും നിങ്ങളൊരു വാ വ്യക്തവുമല്ല, തുറക്കാൻ അനുവദിക്കണ്ടേ ഖണ്ഡിതവുമല്ല. സഹോദര? അതുകൊണ്ട് ലെറ്റ്സ് ഗോ ബാക്ക് ടു ഓക്കെ, സീറോ. നിങ്ങൾ ഇസ്മായേലിനെയാണ് ബലി എന്തും കഴിച്ചതെന്ന് ഖുറാൻ പറഞ്ഞിട്ടും ആയത്തെടുത്ത് കാര്യമില്ല. തരൂ പ്ലീസ്. അത് നിങ്ങളതിന് വാ തുറക്കാൻ അനുവദിച്ചാൽ നിങ്ങൾ ഈ പ്രഷർ കയറി ടെൻഷൻ കയറിയിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയണം. അതിന് വല്ല മെഹറീഷ് കാര്യമുണ്ടോ സഹോദര? ഇസ്മായേലിനെയാണ് ബലി വളരെ കഴിച്ചത് ശാന്തനായി എന്നുള്ളതിന്റെ ഖുറാൻ സംസാരിക്കൂ. ആയത്തിൽ നിന്ന് പ്രശ്നം തീർന്നു. ഇഷാക്കിനെയാണ് ബലി കഴിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഒരു കോടിയാതിര. ഖുർആൻ അതെന്ന് ഖുറാൻ ഇഷാക്കിനെയാണ് ബലി അത്രയ്ക്കും കഴിപ്പിച്ചെന്ന് പറഞ്ഞ ഒരു ഒന്നും കോടി. കൃത്യതയില്ലാത്ത ഗ്രന്ഥമാണെന്ന് ഞങ്ങൾ ആ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒന്നും അല്ല, എഴുതിയിട്ട് നിങ്ങളെ ഇസാഖിന്റെ സംബന്ധിച്ച് പേരുണ്ട്, കൃത്യത വേണ്ടെന്നേ, ഞങ്ങൾക്കത് പരിപൂർണ്ണ പക്ഷെ കൃത്യത. ഇസ്മായേലിനെ പറ്റി പേര് പോലും ഇല്ല അവിടെ. അപ്പൊ പിന്നെ ഇവിടെ എങ്ങനെയാണ്? അതല്ലേ കഞ്ചക്ചർ, അതല്ലേ ഊഹാപോഹങ്ങള്. ഞാനൊന്ന് പറയട്ടെടോ. അതാണ് ഊഹാപോഹങ്ങൾ, എന്താ ഇങ്ങനെ എങ്ങനെ നിങ്ങളെ ഭാര്യത്തെ നിങ്ങൾ സഹിക്കുന്നത് സഹോദര? അതാണ് എങ്ങനെ നിങ്ങൾ വീട്ടിൽ ഊഹാപോഹങ്ങൾ. സഹിക്കുന്നത്? കഞ്ചക്ചറിൽ അല്ല, നിങ്ങളെ ഭാര്യ നിങ്ങൾ എങ്ങനെ സഹിക്കുന്നത്? അതാണ്. എന്തിനാണ് പേഴ്സണലായിട്ട് അത്ഭുതം. പോകുന്നത്? ഊഹാപോഹങ്ങൾ ഉണ്ടോ നോക്ക് മെഹറീഷ്. അത്ഭുതമാണ് കാര്യം. കാരണം വെച്ചാൽ നിങ്ങൾ ഊഹാപോഹത്തിലാണോ മെഹറീഷ്? അത് നിങ്ങൾ കം ബാക്ക് എന്തിനാണ് ടു ഇങ്ങനെ ഖുറാൻ. ജീവിക്കുന്നത് ലെറ്റ്സ് കം സഹോദര? ബാക്ക് ടു ഖുറാൻ. അതെ, ഖുറാനിൽ ഞാൻ നിന്ന് അതെ. പറയട്ടെ. സംസാരിക്കുക. കുടുംബകാര്യം ഖുറാനിൽ പറയാതെ ഇസ്മായിൽ ഖുറാനിൽ എന്നുള്ള നിന്നോ. പേരുണ്ടോ? പേരുണ്ടെങ്കിൽ തരൂ. ഞങ്ങൾക്ക് ടെൻഷൻ കയറി നമ്മൾ ഖുറാനിൽ പറയുമ്പോ ഇസ്മായിൽ എന്നുള്ള ബേജാറായി. പേരുണ്ടോ? ഉണ്ടെങ്കിൽ തരൂ. ഖുറാൻ ഇസ്മായിലിന് എത്ര തവണ പേരുണ്ട്? ഈ അബ്രഹാമിന്റെ ബലി മകനാണെന്നുള്ളത്. കഴിച്ചത് ഇസ്മായിലിനെയാണെന്നുണ്ടെങ്കിൽ തെളിവ് തരൂ. അബ്രഹാമിന് പിന്നെ വേറെ മക്കളുണ്ട്? ഇസ്മായിൽ ഇഷാഖല്ലാത്ത? എനിക്കറിഞ്ഞുകൂടാ, ഖുറാൻ ഒന്നും പറയുന്നില്ല. എന്നാ ഖുർആൻ പ്രകാരം ഖുറാൻ 2 അവ്യക്തമാണ്. മക്കളാണുള്ളത്. ഖുറാൻ അവ്യക്തമാണ്, അതെ, നിങ്ങൾ കൃത്യതയില്ല, പറഞ്ഞോന്നേ. കഞ്ചക്ചറിലാണ്. മുഴുവൻ അത് അവ്യക്തതകളാണ്. അതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ വായിച്ചത്. എന്തൊരു ടെൻഷനാണ് ഇയാൾക്കെന്ന്. അയാള് മുസ്ലിങ്ങൾ വായ തുറന്ന ഇയാൾക്ക് ടെൻഷനാണ്. കൃത്യം പാവമാണ്. അവ്യക്തമാണ് ഖുറാൻ. കാരണം അതിലത് എഴുതി. ആയിക്കോട്ടെ, എന്നാലും വേണ്ടില്ല. എന്റെ ഒരു അവ്യക്തത കാണാനേ എന്തൊരു ടെൻഷനാണ് നിങ്ങൾക്ക്. ഞങ്ങൾ സംസാരിക്കുമ്പോ ഒരു വിവരം ഇല്ലാത്ത ഞാൻ വരെ സംസാരിക്കുമ്പോ എത്ര ടെൻഷൻ ഉണ്ടെങ്കിൽ ഒരു മൗലവി വന്നാൽ എന്താ അപ്പൊ അവസ്ഥ? മനസ്സിലായി നിന്റെ മൗലവിയുടെ 100 റാത്തൽ എന്ന് വെച്ചാൽ 435 കിലോ ആണെന്ന് പറഞ്ഞ മൗലവി. ഓക്കെ, ലെറ്റ്സ് ഗോ ബാക്ക് ടു സീറോ. അല്ല, അപ്പോൾ ഇപ്പൊ എന്താ പറഞ്ഞേ? ഒരു മിനിറ്റ്. ഇപ്പൊ എന്താ മാരേജ് ഇപ്പൊ എന്താ പറഞ്ഞേ? ടെൻഷനാ. ഒരു മെഹറിഷ് പറഞ്ഞ ഒരു വിവരം ഇപ്പൊ എന്താ പറഞ്ഞേ? സംസാരിക്കും. അല്ല, ഒരു മിനിറ്റ്. മെഹറിഷ് ഇപ്പൊ എന്താ പറഞ്ഞേ? ഒരു വിവരമില്ലാത്ത? മെഹറീഷ് ഞാൻ സംസാരിക്കും. എന്നെ പോലും ഞാൻ വരെ സംസാരിക്കുന്നത് താങ്ങാനുള്ള ശേഷി സത്യാഗ്രഹത്തിനില്ല. പിന്നെ എങ്ങനെ ഒരു അറിവുള്ള ആൾ വന്ന് സംസാരിച്ചാലുള്ള അവസ്ഥ? അയാൾക്ക് ടെൻഷൻ വന്ന് മരിച്ചു. അയ്യോ, ഇസ്ലാമിനെ കുറിച്ച് നല്ലത് പറയുന്നേ. അത് തന്നെ മെഹറീഷ്. സത്യബോധന അതൊന്ന് കേൾപ്പില്ല. ആ വിവരമുള്ളതൊന്ന് കേൾപ്പില്ല. സത്യബോധന സത്യം വിവരമുള്ളതൊന്ന് കേൾപ്പില്ല. രോഗബാധിതനാണെന്ന് സംശയമുണ്ട്. കെ സത്യാഗ്രഹം ജിയുടെ ഒന്ന് കേൾപ്പില്ല. അദ്ദേഹത്തിന് വലിയ രോഗം ഉണ്ടോന്നുള്ള സംശയമുണ്ട്. ഇതുവരെ മെഹറിഷ് ഖുറാനിൽ നിന്ന് പറഞ്ഞില്ല ഇസ്മായിലിനെയാണ് ബലി കഴിച്ചതെന്ന്. ഒരു മുഹമ്മദിയർക്കും, നട്ടലുള്ള ഒരു മുഹമ്മദിയർക്കും, ഞാൻ വീണ്ടും പറയുന്നു, അത് ഉണ്ടെങ്കിൽ വന്ന് കയറി എന്ന് പറയാം. എന്ത്? ഇത് ഇസ്മായിലിനെയാണ് ബലി കഴിച്ചതെന്ന് കൃത്യം വ്യക്തമായി, സുവ്യക്തമായി, ഖണ്ഡിതമായി പറയുന്ന ഒരു ഖുറാൻ ആയത്തുണ്ടെങ്കിൽ എടുത്തുകൊണ്ടുവരാം. അയ്യോ, എന്തൊരു ടെൻഷൻ. എന്തിനാ നിങ്ങൾക്ക് ടെൻഷൻ സഹോദര? നല്ലപോലെ ജീവിക്കണം. നിങ്ങൾക്ക് ഒരു സന്തോഷം, സമാധാനം. ബൈബിളിലും കേൾക്കാമോ? ഞാൻ ഒരേ വിഷയം തന്നെ പറഞ്ഞേക്കണം.
ഇത് കേൾക്കുന്നുണ്ടോ? ഞാൻ ഇപ്പോൾ പോരട്ടെ. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ മരണം എന്നും പറഞ്ഞു വന്നു അതിനകത്ത്. അപ്പം ഈസാ നബി അലൈഹി ഇസ്ലാമിനെ മരിപ്പിക്കാൻ അല്ല, ഇതല്ല, ഇത് ഈസാ നബിയുടെയാണ്. നമുക്ക് റാത്തലാണ് വേണ്ടത്. റാത്തൽ യേശുവിനെ യബാം ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 100 കിലോ. ഇതിൽ ഈ പണ്ഡിത സദസ്സിൽ മെഹറിഷ് ഉണ്ട് കേട്ടോ. അതാണ് ഇതിന്റെ 100 റാത്തല് പിന്നെ അകിലും ഒരു മിശ്രിതം ഉണ്ടാക്കി യേശുവിനെ തുണിയില് വെച്ച് കെട്ടുന്ന ഒരു ഏർപ്പാട് പറയുന്നുണ്ട് 19-ാം അധ്യായത്തില്. സത്യത്തിൽ ഇങ്ങനെ ഒരു ഏർപ്പാട് യഹൂദന്മാരുടെ ആചാരത്തിൽ തന്നെയല്ല. ഈ 100 റാത്തല എന്ന് പറയുമ്പോ ഏകദേശം 436 കിലോ വരും. 4000 കിലോ വരും. അതായത് ഒരു റാത്തല എന്ന് പറയുമ്പോ 436 ഗ്രാമത്തെ തോന്നുന്നുണ്ട്. 436 ഗ്രാമാണ് ഒരു റാത്തല എന്ന് പറയുന്നത്, ബ്രിട്ടീഷ് റാത്തല്. അപ്പൊ 100 റാത്തല എന്ന് പറഞ്ഞാൽ എത്രയായി? 436 കിലോ. ഈ അകിലും ഈ മീറ എന്ന് പറയുന്ന സംഭവമായി 436 കിലോന്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. യേശുവിനെ കബറടക്കാൻ വേണ്ടി നീ 400 കിലോ കൂട്ടിക്കോ, ഏകദേശം 100 റാത്തൽ എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. നീ 436 വേണ്ട, ഒരു 400 കിലോ കൂട്ടിക്കോ. അപ്പൊ ഈ ആരൊക്കെയാണ് അവിടെ ഉള്ളത്? ഈ സാധനം കൊണ്ട് വന്നിട്ടുള്ളത് ഒന്ന് മറ്റേ അരിമത്യക്കാരനായ യോസെഫ്, 2 നിക്കോമദോസ്. ഇവരാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ അവിടെ ഈ 100 റാത്തല് കൊണ്ട് ഇതുകൊണ്ട് ഈ യബാം ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഇങ്ങനെ യബാം ചെയ്യണ ഒന്നാമത് ഈ 2 ആള് ഈ 400 കിലോന് ഇതെങ്ങനെ കൊടുന്നു എന്നുള്ളതാണ് അവിടെ ഒരു വിഷയം. അപ്പോ ഇത് ഈ യബാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് 400 കിലോ ഉപയോഗിച്ചു എന്നുള്ളതാണ് അവിടെ പറയണത്. എന്തായാലും ഒരു ഒരു മരണാന്തര ചടങ്ങിന് എന്തായാലും ഇത്രയും തോന്നത് ഉപയോഗിക്കൂലല്ലോ. 400 കിലോ ഉപയോഗിക്കൂലല്ലോ. 100 റാത്തല എന്ന് പറയുമ്പോ 436 കിലോനോ മറ്റാണ് എന്റെ ഓർമ്മ. ഇനി ഇത് അങ്ങനെ ഒരു യഹൂദന്മാരുടെ ഇടയിൽ ഇങ്ങനത്തെ ഒരു സംഭവമല്ല, അങ്ങനത്തെ ഒരു സംഭവേ ബൈബിളിലില്ല. അങ്ങനെ ഒരു ഏർപ്പാട് ചെയ്തായിട്ട് പൂർവ്വ പിതാക്കന്മാരെ ഒരു രാത്രി എത്ര ഗ്രാമാന്ന് പറഞ്ഞേ? 436 ഗ്രാമോ മറ്റോ ആണ്. അപ്പൊ 100 കിലോ 100 റാത്തൽ എന്ന് പറയുമ്പോ എന്തോരായി? 4000 കിലോ. എത്രയായി? 400 കിലോ ആയോ? അതായത് ഒരു റാത്തൽ എന്ന് പറയുമ്പോ 500 ഗ്രാം ഏതാണ്ട് 1/2 കിലോ വരും. ഓക്കെ, അപ്പൊ 100 റാത്തൽ എന്ന് പറയുമ്പോ ശരി, ഒരു 200 കിലോ കൂട്ടിക്കോളും അല്ലേ? ആയിക്കോട്ടെ, അതിലെന്താ ന്യൂക്ലിയർ പെങ്ങൾ. ഇതാണ് ഇസ്ലാമിക പണ്ഡിത ശിരോമണികൾ. അവിടെ മെഹറീഷും ഇരുന്ന് ഇല്ല പണ്ഡിതന്മാരല്ലേ നിങ്ങള്? മൗലവികൾ. യൂനിസ് സാധാരണയാണോ? യൂനിസ് ആരാണ് ഇതൊക്കെ ബൈബിൾ എടുത്ത് പഠിപ്പിക്കാൻ? പിന്നെ ആരാണ് സാധാരണ? അതാണ്. അതെ, അതുകൊണ്ടാ പറഞ്ഞേ എന്ത് അർത്ഥത്തിലാണ് ഉള്ളത് കൊണ്ടാണ് അയാൾ ഇത് ചെയ്തത്? എന്ത് അർത്ഥത്തിലാണ് എക്സ്പ്ലെയിൻ ചെയ്തത്? എന്തുമാണ്? ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പണ്ഡിതന്മാർക്ക് ബേസിക് അതാ പറഞ്ഞു. അത് അയാൾക്ക് തീർത്തും ബേസിക് മാത്സ് പോലും അറിയില്ല, അതല്ലേ? അല്ലേ മഹർഷി? ഞങ്ങളിവിടെ 100 റാത്തൽ 436 കിലോ ഞങ്ങൾ ഇറക്കും, അതല്ലേ ഉദ്ദേശിച്ചത്? അപ്പോൾ ഇസ്മായിലിനെയാണ് ബലി കഴിച്ചതെന്ന് താങ്കൾ ആ ഖുർആൻ ആയത്തിൽ ഇല്ലെന്ന് ഖുർആൻ തെളിയിക്കാൻ പറ്റില്ല. കാരണം ഖുർആൻ അത്ര വൃത്തികെട്ട ഗ്രന്ഥമാണ്, സ്റ്റുപ്പിഡ് ബുക്കാണ്, വിഡ്ഢികളുടെ. ടെൻഷനല്ലെന്നേ, കാരണം അതിനകത്ത് താങ്കൾ ഒറ്റ വാക്ക് ഇസ്മായിലിനെയാണ് ഇബ്രാഹിം നബി ബലി കഴിച്ചതെന്ന്
തെളിച്ച പ്രശ്നം പ്രശ്നം തീരുമല്ലോ. മുഹമ്മദിന് കൊടുത്തിട്ട് വിഷമടിച്ച് ചത്താരാന്നറിയോ? മുഖാബല നടത്തിയ മുഹമ്മദാണ്. എന്ത് സംഭവിച്ചു? മുഹമ്മദ് എലിവിഷം നിന്ന് ചത്തതുപോലെ ചത്ത് ചീഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് കുഴിച്ചിട്ടില്ലേ? മുഖാബല നടത്തിയതിന്റെ പരിണിത ഫലമാണ്. നിങ്ങളെ അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ നിങ്ങളെ ശപിക്കില്ല. അതുകൊണ്ടാണ് മുഖാബല നടത്തല്ലേ കാര്യത്തിൽ. ലെറ്റ്സ് ഗോ ബാക്ക് ടു സീറോ. എന്ത് തെറി പറഞ്ഞാലും ഞാൻ ഒരു തെറി പോലും പറയത്തില്ല. നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ ഇസ്ലാമിക സംസ്കാരം കാണിക്കും, നിങ്ങൾ ക്രൈസ്തവരുടെ സംസ്കാരം കാണിച്ചോളൂ. അത് വിഡ്ഢിവേഷം കിട്ടുന്നറിയാം. കാരണം കൺജക്ചറിലാണ്. നിങ്ങൾ എന്ത് തന്നെ അനാവശ്യം പറഞ്ഞാലും ഞാൻ ഇസ്ലാമിക സംസ്കാരവും നിങ്ങൾ ക്രൈസ്തവരുടെ സംസ്കാരവും കാണിക്കും. മോഹങ്ങളിൽ പെട്ടുഴലുന്നു. പറഞ്ഞോളൂ എന്ത് വേണേലും പറഞ്ഞോളൂ. അതൊന്നും ഇവിടെ ഏൽക്കത്തില്ല സഹോദരൻ. ഇസ്മായേലിനെയാണ് ബലി കഴിച്ചെന്ന് ഖുർആൻ. തെറി നിർത്തിയോ? തെറി പറച്ചിൽ നിർത്തിയോ സഹോദര? നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോളൂ. ഇസ്ലാമിന്റെ സംസ്കാരം ഞാൻ കാണിക്കും. ഇസ്ലാമിന്റെ സംസ്കാരം മുഹമ്മദ് കാണിച്ചിട്ടുണ്ട് ബ്രദറെ. അതായത് ജാഹിലിയ കാലത്തോട് വലിയ പ്രൗഢിയോടെയൊക്കെ വന്നു കഴിഞ്ഞാല് അവിടെ അവന്റെ അങ്ങനെ പറയുന്നവരുടെ അപ്പന്റെ പോയി കടിക്കാൻ പറഞ്ഞ ആ ഒരു മുഹമ്മദീയ സംസ്കാരമൊക്കെ അതൊന്നും പറയണ്ട, അത് വിട്. അതിനേക്കാളൊക്കെ മോൻ നല്ലതാണ്. അതിനേക്കാളൊക്കെ മോന് നല്ലതാ മോനും. ഞങ്ങൾ സമ്മതിച്ചു. മോന് മുഹമ്മദിനേക്കാളും ഒക്കെ നല്ലതാണ്, സമ്മതിച്ചു. മോന് മുഹമ്മദിനേക്കാളും നല്ലവൻ തന്നെയാണ്, സമ്മതിച്ചു. എന്ത് വേണേ പറഞ്ഞോളൂ. ഞങ്ങൾക്ക് ഇസ്ലാമിന്റെ സംസ്കാരം കാണിക്കാൻ. എന്റെ മെഹറിഷ കിടന്ന് കരയാതെ കാര്യം പറഞ്ഞ് ഇസ്മായിലിനെയാണ് അവിടെ ബലി കഴിച്ചെന്ന് തെളിവ് വെച്ച്. ഇസ്മായിലിനെയാണ് അവിടെ ബലി കഴിച്ചെന്ന് തെളിവ് വെച്ചോളൂ പ്ലീസ്. നിങ്ങൾ ഖുറാനിൽ പറയാത്ത കാര്യം നിങ്ങൾ എന്തിനാ ആചരിക്കുന്നു? എത്ര ആടുകളെ, എത്ര കാളകളെ വെട്ടുന്നു, എത്ര പോത്തുകളെ വെട്ടുന്നു? എന്ത് കാര്യത്തിന്? എന്തിനാണ് നിങ്ങൾ പോത്തിനെ വെട്ടുന്നത്? എന്തിനാണ് ആടിനെ വെട്ടുന്നത്? എന്തിനാണ് മൂരിയെ വെട്ടുന്നത്? അബ്രാഹത്തിനോട് ആടിനെ വെട്ടാൻ പറഞ്ഞു, എന്നാൽ അതിന്റെ ഒരു തെളിവ് കാണിക്ക്. ആടിനെ വെട്ടാൻ പറഞ്ഞതിന്റെ തെളിവ് കാണിച്ച്. അതെ, സത്യ ഒരു മിനിറ്റ്, ഞാന് ഇദ്ദേഹത്തോടൊന്ന് ചോദിക്കട്ടെ. എനിക്ക് ഇദ്ദേഹത്തിന്റെ എന്തുകൊണ്ടാണ് ഇസ്മായേൽ എന്ന് നിങ്ങൾ പറയുന്നേ അതൊന്ന് പറഞ്ഞു. എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഈ വാക്യം വായിച്ചതുകൊണ്ട് നിങ്ങൾ എന്തോ പറയാൻ എന്താ ഉദ്ദേശിച്ചേ? അടുത്ത ഒരു മിനിറ്റ് കൊണ്ടൊന്ന് പറയും. അടുത്ത ഒരു മിനിറ്റ് കൊണ്ടൊന്ന് പറയും. ഒന്ന് ചെവിട് പൊത്തിയിരിക്കാൻ പറയാം. ഇല്ല, സത്യപ്രതിജ്ഞ എടുക്കത്തില്ല. നിങ്ങൾ ഇടവാദം നടത്തുന്നത് പറ. അല്ല, ഞാനൊന്ന് പറയട്ടെ. വാ തുറക്കുമ്പോഴേക്ക് നിങ്ങൾ ഇങ്ങനെ വന്ന് ഇടിച്ചാൽ എങ്ങനെയാ? ഒന്ന് സഹോദര ക്ഷമിക്ക്, ക്ഷമാശീലം കരച്ചിൽ. ഞാൻ പറഞ്ഞില്ലേ സത്യാപ്രതിജ്ഞ വീണ്ടും ഇടപെടുന്നു. അദ്ദേഹത്തിന് ക്ഷമിക്കാൻ കഴിയത്തില്ല. കാരണം അദ്ദേഹം ചെവിട് പൊത്താത്തിടത്തോളം കാലം ക്ഷമിക്കാൻ കഴിയില്ല. അതൊന്നും പറയണ്ട. ഇവിടെ ഖുർആൻ പ്രകാരം അബ്രഹാമിന് 2 സന്തതികളാണ്. മൂത്തവൻ ഇസ്മായിലും രണ്ടാമകൻ ഇസാഖും. പീസ് ബി അപ്പോൺ ദം. ഈ 2 പേരാണുള്ളത്. അപ്പൊ ഈ വാക്യത്തിൽ 100-ാം വചനത്തിൽ സഹനശീലമായ ഒരു കുട്ടി എന്ന് പറയുന്നത് ഖുർആനിലെ സഹനശീലയുടെ കൂട്ടത്തിൽ പെടുത്തിയ ആളാണ് ഇസ്മായിൽ. അത് ഞാൻ വചനം കൊണ്ടുവരാം. അപ്പൊ ഇവിടെ പറയുന്നുണ്ടല്ലോ, ഞാൻ വായിച്ചുതരാം. വചനം എടുക്കട്ടെ ഒരു മിനിറ്റ്. 37-ാം അധ്യായത്തിലാണ് നമ്മൾ വായിച്ചത് 100 മുതൽ. അപ്പോൾ 101-ാമത്തെ വചനം. അപ്പോൾ സഹനശീലനായ ഒരു ബാലനെ പറ്റി അദ്ദേഹത്തിന് ഞാൻ സന്തോഷ വാർത്ത അറിയിച്ചു. അപ്പൊ സഹനശീലനായ ബാലൻ എന്നുള്ളത് ആ സഹനശീലനായ കൂട്ടത്തിൽ ഉള്ള ഒരു പ്രവാചകനാണ് ഇസ്മായിൽ എന്ന് ഖുർആൻ മറ്റൊരു വചനത്തിൽ പറയുന്നുണ്ട്. അപ്പൊ സഹനശീലൻ, അത് ഇസ്മായിലിന്റെ യോജിപ്പുള്ള പേര്. ആ മറ്റൊരു സ്ഥലത്തുണ്ട് ഇസ്മായിൽ സഹനശീലനാണ് എന്നുണ്ട്. അത് 1-ാമത് തെളിവ്. സഹനശീലൻ എന്നുള്ള അല്ല, ഒരു മിനിറ്റ്. സഹനശീലൻ എന്ന് പലരെ കുറിച്ചും പറയുന്നുണ്ട്. ഈവൻ അബ്രഹാമിനെ കുറിച്ചും പറയുന്നുണ്ട്. പ്രത്യേകം മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്. നോക്ക്, നിങ്ങൾ ഇങ്ങനെ ഒരു മിനിറ്റ്. അല്ല, ഞാൻ ഇത് അല്ല, ഞങ്ങളുടെ ചോദ്യം ആദ്യം കേൾപ്പിക്കാം. അല്ലല്ല, ഞാൻ പറയുമ്പോ ഇന്ററപ്റ്റ് ചെയ്യരുത്. ക്ഷമിച്ച് ഓക്കെ, ഞാൻ മ്യൂട്ട് ചെയ്ത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം പറഞ്ഞു. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യേ. എന്റെ പൊന്ന് സഹോദര, ഒന്ന് വെയിറ്റ് ചെയ്യേ. അടങ്ങ് കുഞ്ഞെ, ഒന്ന് അടങ്ങ്. മോനൊന്ന് അടങ്ങ്. താഴത്തേക്ക് ഇറക്കാൻ ഇഷ്ടമില്ലാത്തോണ്ടാ. തരാം. ആദ്യം ചോദ്യം ഒന്ന് കേൾക്ക്. ഓക്കെ, എന്നാ ഞാനൊരു പണി ചെയ്യാം. മോനിനെ താഴെ ഇറക്കാം. എന്നിട്ട് ഞാൻ ചോദിച്ചതിന് പിന്നെ മോളിൽ കേട്ടാ. എന്നാ പിന്നെ ചോദ്യം ഒന്ന് കേൾക്ക്.
ഒരു അതെ, ചോദ്യം ചോദിച്ചു. ചോദ്യം ഇതാണ്, നിങ്ങൾ ഇസ്മായിൽ എങ്ങനെയെന്നല്ലേ ഈ ബലി അർപ്പിക്കപ്പെട്ടത് ഇസ്മയേലാണ് എന്ന് മനസ്സിലാക്കാൻ, കേൾക്കെന്റെ പൊന്നു സഹോദര, ഇസ്മയേലാണ് ബലി അർപ്പിക്കപ്പെട്ടത് എന്ന്, അല്ലെങ്കിൽ ബലി അർപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്നത് ഇസ്മയേലിനെയാണ് എന്ന് എങ്ങനെയാണ് മനസ്സിലാകുന്നത്? ഇത് ഊഹാപോഹങ്ങളിൽ നിന്നാണെങ്കിൽ, ഒരു മിനിറ്റ്, നിങ്ങൾ ഇപ്പൊ പറഞ്ഞതുപോലെയുള്ള കേൾക്ക്, ഞാൻ പറഞ്ഞു നിർത്തട്ടെ എന്നിട്ട് പറയും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഉദാഹരണം പോലെ ഊഹാപോഹങ്ങൾ കൊണ്ട് തെളിയിക്കാനാണെങ്കിൽ പറയൂ, ഓക്കെ, ഇത് നേരിട്ട് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ഊഹാപോഹങ്ങളിൽ നിന്നാണ് ഇത് തെളിയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാം. അതല്ലെങ്കിൽ ഖുറാനിൽ നിന്ന് തന്നെ ഇതുപോലെയുള്ള ഊഹാപോഹങ്ങൾ വെച്ച് ഇത് ഇസ്ഹാഖാണ് എന്ന് ഞങ്ങൾക്കും തിരിച്ചു പറയാം. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞേ. നിങ്ങൾ എങ്ങനെയാണ്, പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടോ അതോ ഊഹാപോഹമാണോ? എന്താണ്? ഊഹാപോഹം ആണെങ്കിൽ പറഞ്ഞോളൂ, ഓക്കെ, ഇത് ഊഹിച്ചെടുക്കുന്നതാന്ന് പറയൂ. ഇങ്ങനെ ഓക്കെ, എന്നാ അടുത്ത ഞാൻ അടുത്ത ഒരു മിനിറ്റത്തേക്ക് ഇടപെടുന്നില്ല. പറഞ്ഞ പോരെ, ഒന്ന് ക്ഷമിച്ചിരുന്നാ മതി. എന്തിനു നിങ്ങൾ ഇങ്ങനെ അസഹിഷ്ണുതരാകുന്നത്? നിങ്ങൾ ഒരു എതിരാളി തുടങ്ങന്റെ കുഞ്ഞെ, തുടങ്ങ പറയേ. അല്ല, നമ്മൾ രണ്ടുപേരും വ്യത്യസ്ത ധ്രുവങ്ങളിൽ ആയതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചർച്ച വരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും, നിങ്ങൾക്ക് അതിനോട് യോജിക്കാത്ത അഭിപ്രായം ഉണ്ടാവും, തീർച്ചയല്ലേ അത്? അല്ല, നിങ്ങൾ അംഗീകരിക്കുമല്ലോ. അതുകൊണ്ടല്ലേ രണ്ടുപേര് രണ്ട് മതമായത്. അപ്പൊ നിങ്ങളൊന്ന് ക്ഷമിക്കുക, അതിനാദ്യം പഠിക്കും, ക്ഷമിക്കാൻ പഠിക്കും. അപ്പൊ ഇവിടെ ഞാൻ പറയട്ടെ, ഇവിടെ 101-ാമത്തെ 37-ാം വചനം, 101-ാമത്തെ വചനം സഹനശീലനായ ബാലനെ പറ്റി എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഈ സഹനശീലനായ ഇസ്മായിൽ എന്ന് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ഞാനൊന്ന് പറയട്ടെ. അപ്പോ സഹനശീലന്റെ കൂട്ടത്തിൽപ്പെട്ട പ്രവാചകനാണ് ഇസ്മായിൽ എന്ന് പറയുന്നുണ്ട്. അത് പിന്നെ അബ്രഹാമിന് ഖുർആൻ പ്രകാരം 2 മക്കളുള്ളത്, മൂത്തവൻ ഇസ്മായിലും രണ്ടാമത്തവൻ ഇഷാഖും, പീസ് ബി അപ്പോൺ ഉണ്ടാവും. അപ്പൊ ഇവിടെ പറയുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, എന്റെ രക്ഷിതാവേ, സദ്വൃത്തരിൽ ഒരാളെ നീ എനിക്ക് പുത്രനായി പ്രദാനം ചെയ്യണേന്ന്. മക്കളില്ലാത്ത അബ്രഹാമാണ് ആ സമയം, ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് മക്കളില്ലാത്തതുകൊണ്ടാണല്ലോ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ ഒരു ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. മക്കളില്ലാത്ത ദൈവമേ എനിക്കൊരു പുത്രനെ നൽകണേ എന്ന് പ്രാർത്ഥിക്കുമ്പോ ഇവിടെ അതായത് പുത്രനെ നൽകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട്. അപ്പൊ ദൈവം ആദ്യം നൽകുന്ന പുത്രനാണ് ഇസ്മായിൽ. അപ്പൊ അവിടെ ഒന്നാമത്തെ മകനാണെന്നുള്ളത് വ്യക്തമായി. 2 തെളിവായി. ഒന്ന്, സഹനശീലരുടെ കൂട്ടത്തിൽ ഇസ്മായിൽ പെട്ടിട്ടുണ്ട്, ഖുർആനിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. 2, അബ്രഹാമിന്റെ ആദ്യത്തെ പുത്രനാണ്. കാരണം എന്റെ രക്ഷിതാവേ, സദ്വൃത്തരിൽപ്പെട്ട ഒരാളെ നീ എനിക്ക് നൽകണേ, പുത്രനായി നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയത്താണ് പറയുന്നത്, സന്തോഷ വാർത്ത അറിയിക്കുന്നത് സഹനശീലനായ ഒരു ബാലനെ കുറിച്ച്. അങ്ങനെ ഇതിങ്ങനെ വായിച്ചു പോകുമ്പോൾ 102-ലെത്തി. എന്നിട്ട് ആ ബാലൻ അദ്ദേഹത്തോടൊപ്പം പ്രയത്നിക്കാനുള്ള പ്രായം എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ കുഞ്ഞു മകനെ, നീ എന്നെ അറുക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ കാണുന്നു, അതുകൊണ്ട് നോക്കൂ, നീ എന്താണ് അഭിപ്രായപ്പെടുന്നത് എന്ന് കുഞ്ഞു ബാലനോട് അഭിപ്രായം തേടുകയും അവൻ പറഞ്ഞു, എന്റെ പിതാവേ, കൽപ്പിക്കപ്പെടുന്നത് എന്തോ അത് താങ്കൾ ചെയ്തു കൊള്ളുക. അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ക്ഷമാശീലരുടെ കൂട്ടത്തിൽ താങ്കൾ എന്നെ കണ്ടെത്തുന്നതാണ്. പിന്നെ 103, അങ്ങനെ അവർ ഇരുവരും കൽപ്പനയ്ക്ക് കീഴ്പ്പെടുകയും അവനെ നെറ്റി ചെന്നിമേൽ ചെരിച്ച് കിടത്തുകയും ചെയ്ത സന്ദർഭം നാം അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ഇബ്രാഹിം, തീർച്ചയായും നീ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. തീർച്ചയായും അപ്രകാരമാണ് നാം സദ്വൃത്തർക്ക് നൽകുന്ന പ്രതിഫലം. തീർച്ചയായും ഇത് സ്പഷ്ടമായ പരീക്ഷണം തന്നെയാണ്. അവന് പകരം ബലിയർപ്പിക്കാൻ 107, അവന് പകരം ബലിയർപ്പിക്കാനായി മഹത്തായ ഒരു ബലിമൃഗത്തെ നാം നൽകുകയും ചെയ്തു. 108, പിൽക്കാലക്കാരിൽ അദ്ദേഹത്തിന്റെ ഇബ്രാഹിമിന്റെ സ്ഥലത്തിരുത്തി നാം അവശേഷിപ്പിക്കുകയും ചെയ്തു. ഇബ്രാഹിമിന്റെ സമാധാനം അപ്രകാരമാണ് സദ്വൃത്തർക്ക് നൽകുന്ന പ്രതിഫലം. 100 മുതൽ 110 വരെയുള്ള വചനത്തിൽ ആ സംഭവത്തെ കുറിച്ച് വ്യക്തമായി അവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. ആ സംഭവം അവിടെ കഴിഞ്ഞ ശേഷമുള്ള വചനം കേട്ടു നോക്കൂ. 111, 112-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ഇഷാഖ് എന്ന മകന്റെ ജനനത്തെ പറ്റിയും അദ്ദേഹത്തിന് നാം സന്തോഷ വാർത്ത അറിയിച്ചു, സദ്വൃത്തരിൽപ്പെട്ട ഒരു പ്രവാചകൻ എന്ന നിലയിൽ. അപ്പൊ ഇവിടെ അദ്ദേഹത്തിനും ഇഷാഖിനും നാം അനുഗ്രഹം നൽകുകയും ചെയ്തു. അവർ ഇരുവരുടെയും സന്തതികളിൽ സദ്വൃത്തരുണ്ട്, സ്വന്തത്തോട് തന്നെ സ്പഷ്ടമായ അന്യായം ചെയ്യുന്നവരുമുണ്ട്. ഇവിടെ ഈ സംഭവം മുഴുവൻ കഴിഞ്ഞതിന് ശേഷം ഒരു ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന സംഭവത്തെ കുറിച്ച് കൂടി ദൈവം അവിടെ അബ്രഹാം നബിയെ സന്തോഷ വാർത്ത അറിയിക്കുന്നു. അതാണ് 112. ഒന്നുകൂടെ വായിക്കാം. ഇഷാഖ് എന്ന മകന്റെ ജനനത്തെ പറ്റിയും അദ്ദേഹത്തിന് നാം സന്തോഷ വാർത്ത അറിയിച്ചു. അപ്പൊ ഇവിടെ ആ ബലികർമ്മം, സ്വപ്നസാക്ഷാത്കാര ബലികർമ്മം മുഴുവൻ കഴിഞ്ഞ ശേഷം ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു മകനെ കൂടി അവിടെ ദൈവം സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ക്ലിയർ കട്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ അത് മനസ്സിലാക്കാം. ഓക്കെ, ഇനി മൈക്ക് മ്യൂട്ട് ചെയ്യാം.
ഇപ്പോ നിങ്ങൾക്ക് ഇന്ററപ്ഷൻ ഇല്ലാതെ പറഞ്ഞതുപോലെ എനിക്ക് ഇങ്ങ് തന്നേച്ചാ മതി. ഇപ്പൊ തന്നെ മെഹരീഷ് പറഞ്ഞത് സഹനശീലൻ എന്ന് എഴുതിയത് കൊണ്ട് ആ സഹനശീലൻ എന്നുള്ള വാക്കിനെ പിടിച്ച് ഊഹാപോഹത്തിൽ ഇത് ഇസ്മയിൽ ആണ് എന്ന് ഊഹിച്ചു. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ ഇദ്ദേഹത്തിന്റെ പോയിന്റ് ഇതാണ്, ഈ സ്റ്റോറി 37 100 തൊട്ട് 110 വരെ ഈ സാക്രിഫൈസ് ചെയ്യപ്പെടുന്ന സ്റ്റോറി കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇസഹാക്ക് ജനിക്കുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ മെഹരീഷിന് പറ്റിയ അബദ്ധം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പാവം ഒരു കാര്യം അവിടെ വിട്ടുപോയി. എന്താണെന്നറിയാമോ? 108 വാക്യം ഇദ്ദേഹം ശ്രദ്ധിച്ചില്ല. അപ്പൊ എന്താണ്? പിൽക്കാലക്കാരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇബ്രാഹീമിന് ശേഷം വരുന്ന തലമുറകളിൽ, പിൽക്കാലക്കാരിൽ അദ്ദേഹത്തിന്റെ, ആരുടെ? ഇബ്രാഹീമിന്റെ സൽകീർത്തി നാം അവശേഷിപ്പിക്കുകയും ചെയ്തു. അപ്പോ ശ്രദ്ധിക്കുക, 100 തൊട്ട് 107 വരെയുള്ള കാര്യങ്ങളിൽ ഇനിയിപ്പോ മെഹരീഷ് പറഞ്ഞതുപോലെ ഇബ്രാഹിം ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആ കുഞ്ഞിനെ കിട്ടുന്നു. ഇനി ഇവരുടെ വിശ്വാസപ്രകാരം അത് ഇസ്മയിൽ ആണെന്ന് ചിന്തിക്കുക. എന്നിട്ട് ഇസ്മായിലിനെ ബലി അർപ്പിച്ചു. ബലി അർപ്പിച്ചതിന് ശേഷം ആ കഥ അവിടെ തീരുന്നു. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? പിന്നെ ഇബ്രാഹീമിന്റെ പിൽക്കാല അല്ലെങ്കിൽ വരാനിരിക്കുന്ന തലമുറക്കാരെ കുറിച്ച് പറയുകയാണ്. ആരെക്കുറിച്ച്? നിങ്ങൾ ശ്രദ്ധിക്കുക. പിൽക്കാലക്കാരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇബ്രാഹീമിനൊക്കെ ശേഷം വരുന്ന തലമുറക്കാര്. പിൽക്കാലക്കാരിൽ അദ്ദേഹത്തിന്റെ, ആരുടെ? ഇബ്രാഹീമിന്റെ സൽകീർത്തി നാം അവശേഷിപ്പിക്കുകയും ചെയ്തു. അപ്പോ ഇബ്രാഹീമിന്റെ കാലഘട്ടം അങ്ങനെ തീർന്നുപോയി. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇബ്രാഹീമിന് സമാധാനം. ഓക്കെ, അപ്പൊ ഇബ്രാഹിം ഇനി അങ്ങനെ സമാധാനത്തില് ആയിരിക്കട്ടെ. അതിനുശേഷം പിന്നെ എന്ത് ചെയ്തു? ഈ വർഷങ്ങളും കാലഘട്ടങ്ങളും ഇബ്രാഹീമിന്റെ സൽകീർത്തി ഇബ്രാഹീമിന് ശേഷം വരുന്ന തലമുറക്കാരിൽ അവശേഷിപ്പിച്ചതിന് ശേഷം പിന്നെന്താ സംഭവിച്ചത്? 112